സംഗതി കരിങ്കല്ലാണ്, ഭൂമിയിലെ ഏറ്റവും ഹാർഡായ പാറകളിലൊന്ന്. എന്നാൽ 15 വർഷം സ്ഥിരമായി വെള്ളത്തുള്ളികൾ ഒറ്റിവീഴുന്ന ഒരു പാറയുടെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ 25 വർഷം അത് തുടർന്നാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അതുക്കും മേലെ 50 വർഷം തുടർന്നാലോ? അത് കാണുന്നതിന് മുമ്പ് എങ്ങനെയാണ് വെറും വെള്ളത്തുള്ളികൾക്ക് കഠിനമായ പാറയുടെ രൂപം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. കരിങ്കല്ല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒരു സോളിഡ് മെറ്റീരിയൽ അല്ല, പകരം 3 മിനറലുകളുടെ മിശ്രിതമാണ്. ഒന്നാമത്തേത് ക്വാർട്സ്, വളരെ കാഠിന്യമേറിയ കെമിക്കൽ റിയാക്ഷന് പ്രതിരോധിക്കുന്ന ഒന്ന്. രണ്ടാമത്തേത് ഫെൽഡ്സ്പാർ, ബലം കുറഞ്ഞ കെമിക്കൽ റിയാക്ഷന് പെട്ടെന്ന് വിധേയമാകുന്നത്. മൂന്നാമത്തേത് മൈക്ക, പാളികളായി കാണപ്പെടുന്ന, എളുപ്പത്തിൽ പൊട്ടുന്നത്. വെള്ളത്തിന് ക്വാർട്സിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റു 2 മിനറലുകളെയാണ് ആദ്യം തകർക്കുന്നത്. മൈക്കയുടെ പാളികൾക്കിടയിലേക്ക് കയറി വിള്ളലുകൾ വീഴ്ത്തി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കുന്ന വെള്ളം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് നേർത്ത കാർബോണിക് ആസിഡായി ഫെഡ്സ്പാറുമായി റിയാക്ട് ചെയ്ത് അതിനെ വെറും കളിമണ്ണായി മാറ്റുന്നു. ഇവ രണ്ടും തകർക്കപ്പെടുന്നതോടെ സപ്പോർട്ട് ഇല്ലാതാവുന്ന ക്വാർട്സ് തരികളെ വെള്ളത്തിന് വലിയ പ്രയാസമില്ലാതെ തന്നെ പാറയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കും. ഇതാണ് മണലായി മാറുന്നത്. 25 വർഷമായി വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒരു പാറയുടെ അവസ്ഥയാണിത്. ഇനി ഈ കാണുന്നത് 50 വർഷത്തെ അവസ്ഥയും. ഇവിടെ കഠിനമായ പാറയെ വെള്ളം തകർത്തത് ശക്തി ഉപയോഗിച്ചല്ല, ക്ഷമ കൈക്കൊണ്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ടാണ്. ജീവിതത്തിൽ എല്ലാവർക്കും പ്രചോദനമാകേണ്ട പ്രകൃതിയിലെ പ്രതിഭാസത്തിന് പക്ഷേ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യവുമായി ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. അല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോക്കായി കാത്തിരിക്കുക. താങ്ക്